ഇന്ന് വിഷു ദിവസമാണ്. എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ സ്ത്രീകൾ അവരുടെ ജീവിത പ്രയാസങ്ങൾക്കായി അവകാശങ്ങൾക്കായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമരം ശക്തമാക്കുന്നു വനിതാ സിവിൽ പോലീസ്. റാങ്ക് ജേതാക്കൾ രക്തം കൊണ്ട് സേവ് CPO എന്ന ബോർഡ് എഴുതിയാണ് ഇന്നത്തെ അവരുടെ സമരം. വനിതാ CPO ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല ആശാപ്രവർത്തകരും സമരത്തിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആദ്യം ഈ കാണുന്നത് ആശാപ്രവർത്തകരുടെ സമരമാണ്. അവർ വിഷുക്കണിയൊക്കെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരമാണ്. ആശാപ്രവർത്തകർ വിഷുക്കണിയൊക്കെ അവിടെ ഒരുക്കിക്കൊണ്ടാണ് സമരം. ശരി, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരാം. സ്റ്റെഫിൻ നമുക്കൊപ്പം ഉണ്ട്. സ്റ്റെഫിൻ, നേരത്തെ നമ്മൾ ആ ദൃശ്യം നമ്മുടെ പ്രധാന വാർത്തകളിൽ കണ്ടിരുന്നു. അവർ രക്തമെടുത്ത് അതുകൊണ്ട് സേവ് CPO എന്ന് എഴുതുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം ദിവസങ്ങളേ ഉള്ളൂ, അവരുടെ ജീവിതമാണ് സത്യം പറഞ്ഞാൽ ഈ 4-5 ദിവസം കൊണ്ട് തീരുമാനിക്കപ്പെടുന്നത്. അത് അത്രത്തോളം സങ്കടത്തോടെയാണ് കുടുംബത്തിന്. പിന്നെ കാരണം അത്രയേറെ സ്ത്രീകൾ പൊരുതി നേടിയ ഒരു CPO റാങ്ക് ലിസ്റ്റിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും അത്രയേറെ അധ്വാനിച്ചിട്ടാണ് അവർ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ അതൊന്ന് കൈവിട്ട് പോകുമ്പോഴുണ്ടാകുന്ന സങ്കടം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രക്തം കൊണ്ടുപോലും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന അവസ്ഥയിലേക്ക് ആ പാവം സ്ത്രീകൾ എത്തിയത്. അവർ എന്തു പറയുന്നു? ഇപ്പോഴും അവർക്ക് പ്രതീക്ഷ ഉണ്ടോ സ്റ്റെഫിനെ? തീർച്ചയായിട്ടും അവർക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാം, കാക്കി അണിഞ്ഞ് പോലീസുകാർ കാവൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ ആ ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളായിരിക്കാം, യുവതികളായിരിക്കാം ഈ കാണുന്ന ഇവരെല്ലാം. അവർക്കെല്ലാം ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാക്കി അണിഞ്ഞ് സംസ്ഥാനത്തിന് കാവലാകണം, അല്ലെങ്കിൽ മറ്റു ഉള്ളവരുടെ പൊതുജനങ്ങളുടെ സ്വത്തിനും സംരക്ഷണം നൽകണം എന്നുള്ളതായിരുന്നു അവരുടെ എല്ലാം ആഗ്രഹം. പക്ഷേ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഇങ്ങനെ വന്ന് സമരം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് അവരെല്ലാം ഉള്ളത്. കാരണം ഒരു സ്വന്തം രക്തം കൊണ്ട് സേവ് CPO എന്ന ബോർഡ് എഴുതി വെച്ചുകൊണ്ട് ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധിക്കേണ്ട ഒരു ദുർഗതിയിലാണ് നമ്മൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ തവണത്തെ വാർത്താ സമ്മേളനം ഒന്ന് എടുത്തു കാണേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്, അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല, രക്തത്തിന് വില എന്താണ് എന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് ഈ സെക്രട്ടേറിയറ്റിൽ ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ. പക്ഷേ ആ സർക്കാരിന് മുന്നിൽ ഇപ്പോഴും അവർക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ ജോലിയുടെ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു രക്തം കൊണ്ട് ഇങ്ങനെ ഒരു എഴുതി പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് മാറിയത്? സിമ്പിളായി പറഞ്ഞ ഹൃദയം കാണിച്ചു കൊടുത്താലും ചെമ്പരത്തി പോവെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അത് ഗവൺമെന്റ് മാത്രമല്ല, ചില സമൂഹത്തിന്റെ ചില ആളുകൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല സത്യം. ഈ പറയുന്ന ആൾക്കാർ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം അങ്ങനെയൊക്കെ സംസാരിക്കാൻ. പിന്നെ ഈ എല്ലാവരും വിഷു ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടൊരു വിഷുക്കണി. ആ വിഷുക്കണി എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ ബക്കറ്റിലിട്ട് കിട്ടിയ പൈസ വെച്ചാണ് ഞങ്ങൾ വിഷുക്കണിക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചത്. എല്ലാവരും സദ്യ കഴിക്കുന്നു, വിഷുക്കൂടി കിട്ടുന്നു, കൈനീട്ടം കിട്ടുന്നു, അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളെ കുറച്ച് ദിവസങ്ങൾ പഴകിയ ഡ്രസ്സ്, അതേപോലെ ഒരു നേരം കഞ്ഞി, അതൊക്കെയാണ് ഞങ്ങൾ ആഹാരം. ആ ചുരുങ്ങിയ ആഹാരത്തിനൊക്കെയുള്ള ആകെ ബാക്കിയുള്ള ബ്ലഡാണ് ഇപ്പോൾ വെച്ച് ഞങ്ങൾ എഴുതിയത്. ഇനിയെങ്കിൽ ഞങ്ങളെ ജീവരക്തമല്ലേ, അതുകൊണ്ടെങ്കിലും അത്രയും ഗതികെട്ട അവസ്ഥ കൊണ്ടല്ലേ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. എല്ലാവരും ശാരീരികമായി തളർന്ന് മാനസികമായി തളർന്ന് എന്നിട്ടും ആ ഒരു മരവിച്ച അവസ്ഥയിലും ഞങ്ങളുടെ രക്തം കൊണ്ട് എഴുതിയിട്ടെങ്കിലും സർക്കാരിന്റെ മനസ്സലിഞ്ഞ് ഒരു വിഷുക്കൈ നീട്ടം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മധുരമേറിയ ഒരു വിഷുസദ്യ അങ്ങനെ എന്തോ എന്ന രീതിയിൽ ഞങ്ങൾക്കൊരു വേക്കൻസി തന്ന് ഞങ്ങളെ മനസ്സ് ഈ കുറച്ചും കൂടെ നല്ലൊരു പോസിറ്റീവായി മാറ്റുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഉറപ്പായിട്ട് സർക്കാരിന്റെ മനസ്സലി. കാരണം ജനകീയ സർക്കാരാണ്. ഇതിന് മുന്നേയുള്ള കുട്ടികളൊക്കെ അവർ പരിഗണിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പോലീസ് WCPOയുടെ കേസ് അവർ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഉയർന്ന കട്ട് ഓഫ് വന്ന ഒരു എക്സാമിന് ഞങ്ങളെ അവർ പരിഗണിക്കാതിരിക്കില്ല. 3 ദിവസമാണെങ്കിലും അവർ പരിഗണിക്കും. തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ അവർക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം 19-ാം തീയതി അവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ്. അതിനു മുമ്പ് ഒരു അനുകൂലമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും അവരിങ്ങനെ സമരരംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നത്.